നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. തന്റെ കളികളൊന്നും മോദിയുടെ അടുത്ത് വിലപ്പോകുന്നില്ല എന്ന് കണ്ട് ട്രംപ് പുതിയ തുറുപ്പ് ചീട്ടുമായി കളത്തിലിറങ്ങിയിരിക്കുന്നു. റഷ്യയോടും ചൈനയോടും ഇന്ത്യ അടുക്കുന്നുവെന്ന് കണ്ട ട്രംപ് അമേരിക്ക ചെയ്തതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയോട് അധിക തീരുവ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. നിലവിൽ ഇന്ത്യയോട് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങിക്കുന്നത് നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. താൻ ചെയ്തതുപോലെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താനും നിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു. ഇതിനിടെ ട്രംപിന്റെ അധിക തീരുവ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിച്ച് റഷ്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും അടങ്ങിയ ട്രയാങ്കുലർ ശാക്തിക ചേരി ലോകത്തിന്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി നടന്ന മോദി ഷീ ജിൻപിങ് ചർച്ച വ്യാളിയും ആനയും ഒന്നിച്ചു നിൽക്കണമെന്ന ഷീ ജിൻപിങ്ങിന്റെ ആഹ്വാനത്തോടുകൂടി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുഹൃത്തുക്കളായിരിക്കണമെന്നും അത് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നും ചൈനീസ് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. ഇതിനിടെ 2001 കോവിഡ് മഹാമാരിക്ക് ശേഷം US സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെയും മറ്റ് സഞ്ചാരികളുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നതായി US വിനോദസഞ്ചാര വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. US വാണിജ്യ വകുപ്പിന്റെ നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 8% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷം നടത്തിയ വിസ നിയന്ത്രണങ്ങളുടെ പ്രതിഫലനമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ US പ്രതിരോധ വകുപ്പിന്റെ പഴയ പേരായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ന പേര് തിരികെ കൊണ്ടുവരുവാനുള്ള നടപടികളുമായി വൈറ്റ് ഹൗസ് മുന്നോട്ട് പോകുന്നു എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. അതായത് പ്രതിരോധമല്ല, ആക്രമണമാണ് ട്രംപിന്റെ ലക്ഷ്യം എന്ന വ്യക്തമായ സൂചന നൽകുന്നു ഈ പേരുമാറ്റം. ഇതിനിടെ പല തവണ അന്ത്യശാസനം നൽകിയിട്ടും റഷ്യയ്ക്ക് ട്രംപിനെ പുല്ലുവില പോലും കൽപ്പിച്ച് ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ യുദ്ധം പൂർവാധികം ശക്തിയോടുകൂടി തുടരുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മോദിയുടെ മധ്യസ്ഥതയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഒത്തുതീർപ്പിലെത്തി അവസാനിച്ചാൽ ട്രംപിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും അത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സ്വപ്നം കണ്ട് നടക്കുന്ന ട്രംപിന് ഇനി സ്വന്തം സമാധാനം ആര് കൊണ്ടുതരും എന്നുള്ള അന്വേഷണത്തിന് സമയമായി എന്ന് ദേശസ്നേഹി. ജയ് ഹിന്ദ്.